Hi, I am Dr. Ganga from Raisa Skin and Cosmetology Clinic. ലിപ് പിഗ്മെന്റേഷൻ അഥവാ ചുണ്ടിലെ കറുപ്പ്. നോർമലി ഡാർക്ക് സ്കിന്നുള്ള ആളുകളിലാണെങ്കിൽ ചുണ്ടിൽ കുറച്ച് കറുപ്പ് നിറം ഉണ്ടാവും. അതുകൂടാതെ വേറെയും പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കോസ്മെറ്റിക്സിൽ പാരബൻ സൾഫേറ്റ്, അതുപോലെ തന്നെ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കിലുള്ള ഹെവി മെറ്റലായ ലെഡ്, ഇതൊക്കെ കാരണം നമുക്ക് ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ സ്മോക്കിങ്ങിലുള്ള നിക്കോട്ടിൻ, അതുപോലെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചില മെഡിസിൻസ് കാരണവും നമുക്ക് ഈ ഒരു പിഗ്മെന്റേഷൻ വരാം. അതുപോലെ വൈറ്റമിൻ B12, അയൺ ഡെഫിഷ്യൻസി, ഇത് കാരണവും നമുക്ക് പിഗ്മെന്റേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ ഡ്രൈ ലിപ്സ്, ഡീഹൈഡ്രേഷൻ, ലിപ്സ് ബാക്കിംഗ് അല്ലെങ്കിൽ ലിപ് ലിക്കിംഗ്, ഇത് കാരണം ഡ്രൈനെസ് കൂടുകയും പിഗ്മെന്റേഷൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ലിപ് ബാം നമ്മൾ റെഗുലർ ആയിട്ടും യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ പല ടൈപ്പിലുള്ള കളേർഡ് ആയിട്ടുള്ള നമുക്ക് ലിപ് ബാം അവൈലബിൾ ആണ്. ഇത് കാരണവും നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്നു. ലിപ് ബാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ SPF അടങ്ങിയിട്ടുള്ള ലിപ് ബാം വേണം ചൂസ് ചെയ്യാൻ. ഡ്രൈ ലിപ്പ് ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ടും ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുക. ഇത് കാരണം ആ ഡ്രൈനെസ്സിനെ ഒന്ന് കുറയ്ക്കുകയും പിഗ്മെന്റേഷൻ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ലിപ്സ്റ്റിക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കമ്പനിയുടെയും അതുപോലെ തന്നെ ക്രീമി ഫിനിഷാണ് മാറ്റ് ഫിനിഷിനെക്കാട്ടി നല്ലത്. ഈ ഡാർക്ക് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് നമുക്ക് കൂടുതലും പിഗ്മെന്റേഷൻ ഉണ്ടാവാൻ കാരണമാവുന്നത്. ഇനി B12, അയൺ ഡെഫിഷ്യൻസി, ഇതൊക്കെയാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്താണെന്ന് നോക്കാം. കെമിക്കൽ പീൽ, ലേസർ ടോണിംഗ്, ഈ ഒരു ട്രീറ്റ്മെന്റ്സ് ഒക്കെ മൾട്ടിപ്പിൾ സെഷൻ കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട്.